ഹരിപ്രസാദിന്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച് അച്യുതൻ ഹരിയോട്. പെണ്ണിന്റെ ഫോട്ടോ കാണണ്ട, ഞാൻ നേരിട്ട് കണ്ടോളാമെന്ന് ഹരി. നന്ദന, ശ്രുതി എന്നിവരുമായി വിവാഹ സംബന്ധമായി നടന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് പെൺകുട്ടിയോട് തുറന്നു പറയണമെന്ന ഹരിയുടെ വാക്കിൽ അച്ഛനും അമ്മയും ഞെട്ടുന്നു. യതീന്ദ്രനും കാർത്തികയും ബിസിനസ് സംബന്ധമായി ചില നിർദ്ദേശങ്ങളുമായി ഉദയന്റെയും നന്ദനയുടെയും മുന്നിൽ. അവരുടെ ബുദ്ധിപരമായ നീക്കത്തെ അനുകൂലിക്കാതെ ഉദയൻ. അമ്മ എവിടെയുണ്ടെന്ന് നന്ദനയ്ക്ക് അറിയാമെന്നും അമ്മയെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ നന്ദനയുടെ കയ്യിലുണ്ടെന്നും കാർത്തിക യതീന്ദ്രനോട്. അമ്മ ഫോൺ വിളിക്കുന്നതായി നാടകം നടത്തുന്ന യതീന്ദ്രനും കാർത്തികയും. നന്ദനയ്ക്ക് ഫോൺ കൈമാറുമ്പോൾ കോള് കട്ടാവുന്നു. അമ്മയുടെ തിരോധാനത്തിൽ മനപ്രയാസവുമായി ഉദയൻ. ഇനി തുടർന്ന് കാണുക. പുലർച്ചെയാണോ സ്വപ്നം കണ്ടത്? 2 മണി. ഇന്നലെ അമ്മയുടെ കാര്യം സംസാരിച്ചിട്ടല്ലേ നമ്മൾ ഉറങ്ങാൻ കിടന്നത്? അത് മനസ്സിലുണ്ടായിരുന്നുണ്ടായിരിക്കും അമ്മയെ സ്വപ്നം കണ്ടത്. അതുകൊണ്ട് ദുസ്വപ്നം കാണണമെന്നുണ്ടോ? മനസ്സിന് അതങ്ങോട്ട് മായുന്നില്ല. ഇവിടുത്തെ വിവരങ്ങളൊന്നും അമ്മ അറിയുന്നുണ്ടാവില്ല. ഇല്ലെങ്കിൽ ഓടി വരുമായിരുന്നു. അമ്മ എവിടെയാണെന്ന് നമുക്കറിയില്ലെങ്കിലും അമ്മയ്ക്കറിയാലോ നമ്മളിവിടെ ഉണ്ടെന്ന്. ഒന്ന് വിളിക്കാത്തത് എന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അത്രയ്ക്ക് വാശിയുടെ കാര്യം എന്താ? അമ്മ പോയതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നമുക്ക് രണ്ടുപേർക്കും ആണെന്ന യതിയേട്ടന്റെ നിലപാട്. അതുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കട്ടെ എന്ന് കാർത്തികേച്ചിയും കരുതുന്നു. അവരുടെ നിലപാട് എന്തു ആയിക്കോട്ടെ, കുറ്റബോധം തോന്നുന്നു എനിക്ക്. നന്ദന സ്വന്തം കടമകൾ നിറവേറ്റുന്നുണ്ട്, പിഴവുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുന്നുണ്ട്, വളർത്തമ്മയും വിദ്യേച്ചയും കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രം എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു എനിക്ക്. വിഷമിക്കരുത്. അമ്മ പോയ വിവരം അന്ന് സർക്കിൾ ഇൻസ്പെക്ടർ സജികുമാറിനെ അറിയിച്ചിരുന്നില്ലേ?
അയാളെ ഒന്നുകൂടെ കോണ്ടാക്ട് ചെയ്താലോ? ഞാൻ വിളിക്കാറുണ്ട്. സജിക്ക് ഇതുവരെ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അയാൾ വഴിക്ക് അന്വേഷിക്കുന്നുണ്ട്. അമ്മ വരും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. വരും. എടിയിലായില്ലേ? അതെ, ഒരു ചായ ചോദിച്ചിട്ട് മണിക്കൂർ ഒന്നായി. ഇന്നെങ്ങാനും കിട്ടുവോ? എവിടെ വെറുതെ കല്യാണം കഴിച്ചു. അയ്യ, ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ മനീഷ് മോനെ? മനസ്സിലായി. ന്യൂസ് ഞാൻ അറിഞ്ഞു. ഓട്ടോറിക്ഷ ഓടിക്കുന്ന സോമൻ പിള്ളയുടെയും കുടുംബശ്രീ ഓടിക്കുന്ന ചന്ദ്രികയുടെയും മകൾ ലൈല. എന്റെ പേര് തങ്കപ്പനാശാരി, മനീഷിന്റെ പെങ്ങടെ ഭർത്താവിന്റെ അച്ഛൻ. എനിക്കറിയാം, വാടക വീട്ടിൽ വന്നപ്പോ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. മോൾ ആദ്യമായിട്ട് ഒരു ഗ്ലാസ് ചായ നീട്ടിയതല്ലേ? നോ എന്ന് പറയുന്നില്ല, ഇങ്ങ തന്നേരെ. മനീഷേ, എന്നെ അറിയിച്ചില്ലെങ്കിലും രാജേഷിനെ ഒന്ന് അറിയിക്കാമായിരുന്നു. അളിയ, എന്റെ കല്യാണമാണേ എന്ന് ജസ്റ്റ് ഒരു വാക്ക്. അത് പറയാത്തത് ഞങ്ങൾക്കൊക്കെ വളരെയധികം കുണ്ഠിതമുണ്ട് കേട്ടോ. ക്ഷണിക്കാൻ മാത്രമുള്ള ചടങ്ങൊന്നും ഇല്ലായിരുന്നു. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ആട്ടമോളെ, അച്ഛൻ ഇപ്പോഴും ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ടല്ലോ. അമ്മയ്ക്ക് ചിട്ടിയും പാട്ടും ഒക്കെ ഉണ്ടല്ലോ. ഉണ്ട്. അങ്ങനെ വേണം മനുഷ്യരായ. ജോലി ചെയ്ത് 10 കാശ് സമ്പാദിക്കാൻ നോക്കണം. സമ്പത്ത് കാലത്ത് കാപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് തൈപത്ത് തിന്ന. തെറ്റിപ്പോയി. എന്തായാലും തിന്ന, അത്ര എറിഞ്ഞാ മതി. അല്ലാതെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ കാലും നീട്ടി വെച്ച് പത്രവും നോക്കി ചൊറിയും കുത്തി ഇരുന്നാ പോരാ. ഉയ്യോ, മോനെ മനീഷേ, മോനെ ഉദ്ദേശിച്ചല്ലേ ഞാൻ പറഞ്ഞത്. മോൻ കാലം നീട്ടി വെച്ചിരുന്നോ? ഞാൻ പൊതുവേ പറഞ്ഞതാ. രാവിലെ കെട്ടിയെടുത്തോളും മനുഷ്യനെ. അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്റെ പൊന്നുമോളെ, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലയോ പ്രേമിക്കാനും കെട്ടാനും? ഇതുപോലൊരു തരികിട തങ്കപ്പെട്ട ചെറുക്കനെ വേറെ കിട്ടാനില്ലെന്ന് ഞാൻ മോളോട് പറയുമായിരുന്നു കേട്ടോ. എന്നാ മക്കളെ, നല്ല ചായ മോളിട്ടായിരിക്കും ഇല്ലയോ? അത് കുടിച്ചപ്പോഴേ മനസ്സിലായി. മോള് പോക്കോ. ഓ, ആരാ? ഹലോ, രാജേഷേ. എടാ, അച്ഛൻ പനക്കിൽ വരെ വന്നാടാ മോനെ. എന്താ വിളിച്ചേ? ഒരു 3/4 ഇഞ്ചിന്റെ ഗ്യാപ്പ് ഇട്ട് പണിതോ? 3/4 ഇഞ്ച് ആകാവൂ. ശരി, ഇല്ല. സുമിത്രയെ കണ്ടു. വിളിക്കാം. ഇപ്പൊ ബൈ. മോന, ഒരു സംശയം ചോദിക്കാൻ വിളിച്ചതാ. ഫോൺ എടുത്തപ്പോഴാ ഓർത്തെ, ലക്ഷ്മണൻ മോന്റെ പുതിയ 2-3 ഫോട്ടോ ഇതിനകത്തുണ്ട് കേട്ടോ. 2-3 പോസിലുള്ള പടവാ കേട്ടോ. വന്ന് മോനെ, തങ്കപ്പൂപ്പൻ അമ്മുമ്മയുടെ വീട്ടിൽ ഇരിക്കുവാടാ. മോന്റെ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു കേട്ടോ. എവിടെ, ഞാനൊന്ന് നോക്കട്ടെ. ഉയ്യോ, മാഞ്ഞു പോയി സുമിത്രേ. പിന്നെ ഫോണിന് സൂക്കേട് തുടങ്ങി. അല്ലാതെ ഞാൻ കാണാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഫോട്ടോ മാറ്റിയതല്ല അല്ലേ? അല്ല സുമിത്രേ, വിശ്വകർമാവാണ് അല്ലേ. അങ്ങനെ മനസ്സിൽ മുള്ളു വെച്ച് പ്രവർത്തിക്കുന്നവനല്ല ഈ തങ്കപ്പനാചാരി. സ്ട്രെയിറ്റ് ഫോർവേഡാ.
ഇപ്പോഴേ കുട്ടനാട്ടുകാർക്ക് മുഴുവൻ അതറിയാം. ആ കൊച്ചുമോന്റെ ഫോട്ടോ കാണാനേ സുമിത്ര ഇങ്ങോട്ട് തള്ളി കയറണ്ട. ആഗ്രഹം ആത്മാർത്ഥമായിരുന്നെങ്കിൽ നിങ്ങൾ ഇതിനോടൊക്കെ എത്രയോ പ്രാവശ്യം കൈനഗിരി വരുമായിരുന്നു. ഒരു പ്രാവശ്യമെങ്കിലും വന്നോ? ഇല്ല. ഈ മാസം വരുമെന്ന് കഴിഞ്ഞ മാസം പറഞ്ഞിട്ടേ ആ മാസം കടന്നുപോയി. ഇനി ഈ മാസം 30-ാം തീയതി മോനെ കാണാൻ വരുമെന്ന് പറയല്ലേ. ഇത് ഫെബ്രുവരിയാ, 28 ദിവസേ ഉള്ളൂ. ഇത്രാം തീയതി വരുമെന്ന് ഞാൻ ആരോടും വാക്ക് പറഞ്ഞിട്ടില്ല. അത് നന്നായി. പിന്നെ വാക്ക് പാലിക്കുന്ന കാര്യത്തിൽ സുമിത്ര കാട് കട്ടിയാന്നല്ലോ. വെറുതെ അങ്ങ് വന്നാ പോരല്ലോ, അതിന് ചില കാര്യങ്ങളുണ്ട്. മനസ്സിലായി. നന്ദനെ വിളിക്കണം, വിവരം പറയണം, ബാക്കി ക്രമീകരണങ്ങളൊക്കെ ചെയ്യണം. ആട്ടെ, സ്പോൺസറെ വിളിച്ചോ? ആരെ? അല്ല, സ്പോൺസറായ നന്ദനെ വിളിച്ചോന്ന്. വിളിച്ചു കാണത്തില്ല. എനിക്കറിയാം സുമിത്ര വിളിക്കത്തില്ലെന്ന്. കോടതി കേസ് നീട്ടിവെക്കുന്നത് പോലെ സുമിത്രയുടെ പരിപാടികൾ. അവധികൾ ഇങ്ങനെ നീണ്ടു പോവും. സാരമില്ല, അനിലയ്ക്ക് കൊച്ചിനെയും കൊണ്ട് ഇങ്ങോട്ടും വരാമല്ലോ. ഇവിടെ വന്ന് താമസിക്കാമല്ലോ. വേണമെങ്കിൽ രാജേഷും പോന്നോട്ടെ. അനിലേ, ഇങ്ങോട്ട് പറഞ്ഞു വിടുമെന്ന് പിന്നെ ഭീഷണിപ്പെടുത്തണ്ട. പേടിക്കുന്നവരെയാണല്ലോ ഭീഷണിപ്പെടുത്തേണ്ടത്. അപ്പൊ അനില ഇങ്ങോട്ട് വരുന്ന കാര്യത്തിൽ സുമിത്രയ്ക്കൊരു ചെറിയ പേടിയുണ്ട്. ആ ഭയം ഒഴിവാക്കാൻ സുമിത്ര വിചാരിച്ചാ മതി. പക്ഷെ വിചാരിക്കേണ്ട പോലെ വിചാരിക്കണം. ഇപ്പൊ ഈ വീടിന്റെ ഐശ്വര്യം മനീഷിന്റെ പെണ്ണ. കല്യാണം കഴിഞ്ഞ ഐശ്വര്യം മാത്രമായിട്ട് ലൈലയെ അവളുടെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് പറഞ്ഞു വിടത്തില്ലല്ലോ. കൈ ചക്രമുള്ള ടീമാ. സോമൻ പിള്ള ലൈലയ്ക്ക് എന്തു കൊടുത്തു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത് നിങ്ങളുടെ കാര്യം. നമ്മുടെ കാര്യം പറയാം. ലൈല കൊണ്ടുവന്ന സ്ത്രീധനത്തുക സുമിത്ര അനിലയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ അനിലയുടെ കാര്യത്തിനൊരു പരിഹാരമാവുന്നു. സിമ്പിൾ സൊല്യൂഷൻ. എങ്ങനുണ്ട്? ലൈലേ, ശ്രീധരവും കൊണ്ടല്ല വന്നത്. ഞാൻ ചോദിച്ചിട്ടുമില്ല. ചോദിക്കണം സുമിത്രേ, ചോദിച്ചു വാങ്ങിക്കണം. സുമിത്രയെ ആ പണത്തിൽ തൊടണ്ട. അതുപോലെ അനില മോക്ക് കൊടുക്കുന്നു. മരുമോള് ഹാപ്പി, മോള് ഹാപ്പി, എല്ലാരും ഹാപ്പി. അവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ. അത്രയും ചെയ്താ മതി. ഇത്തരം കുരുട്ടുബുദ്ധിയെ നിങ്ങളുടെ മനസ്സിൽ തോന്നുള്ളൂ. ഒയ്യോ, ഇത് കുരുട്ടുബുദ്ധി അല്ല സുമിത്രേ, പ്രായോഗിക വഴിയാ. പ്രശ്ന പരിഹാര മാർഗം. വല്ലവരുടെ കാശുകൊണ്ട് എനിക്ക് പ്രശ്നം പരിഹരിക്കണ്ട. ഓ, അത് ശരി. അപ്പൊ ലൈലയോട് ശ്രീധരൻ ചോദിക്കത്തില്ല? ഇല്ല. വിട്ടുവീഴ്ചയില്ല ഈ കാര്യത്തിൽ? ഒരു വിട്ടുവീഴ്ചയില്ല. ശരി. താണ്ടേ പാട്ടും പാടിക്കൊണ്ട് സുമിത്ര അനിലേക്കുള്ള കാശുമായിട്ട് കൈനഗിരി വരും. അതിനുള്ള പണി എനിക്കറിയാം. കളി എന്നോടാ, തങ്കപ്പനാചാരിയോട്. ജാതകം എടുക്കണോ ഏട്ടാ? എന്റെ ജാതകം എടുക്കണമെന്നില്ല. ഓ, ഒരു നേരം പോക്ക്. മോന്റെ കല്യാണം ഉറപ്പിക്കാൻ പോകുന്നതിന്റെ പൊക്കവാ എനിക്കറിയാം. അങ്ങനെ ഒന്നും പറയാതെ രേണുകേ, അവിടെ ചെന്ന കാര്യങ്ങൾക്കൊരു തീരുമാനമാകുന്നതുവരെ ടെൻഷനാ. ഇതുവരെയുള്ള അനുഭവങ്ങൾ അതാണല്ലോ. ഇത്തവണ അങ്ങനൊന്നും ഉണ്ടാവില്ല. ഇന്നത്തെ യാത്ര കൊണ്ട് എല്ലാം ശരിയാവും. ഈ കല്യാണം നടന്ന പെണ്ണിവിടെ വന്നു കയറുന്നതിന്റെ പിറ്റേന്ന് 1 പവന്റെ മാല കൊടുക്കാമെന്ന് ഞാൻ ഭഗവതിക്ക് നേർച്ച നടന്നിട്ടുണ്ട്. ഓ, അത് ശരി. അപ്പൊ ഇതൊന്നും ഞാൻ അറിയേണ്ടതാണോ? ഇപ്പൊ പറഞ്ഞില്ലേ? രേണുകേ, എന്തിയെ എല്ലാരും? എടോ പ്രഭ, ഞാൻ റെഡി. കാർ എപ്പം വരും ചേട്ടാ? 10 മിനിറ്റിനകം വണ്ടി പഠിക്കലെത്തും. ഇപ്പൊ ഡ്രൈവറിനെ വിളിച്ചതേ ഉള്ളൂ. കല്യാണ തീയതി തീരുമാനിച്ചല്ലേ ആദ്യം ചെയ്യേണ്ടതൊരു കാർ. ഈ പരിസരത്ത് കാറില്ലാത്തത് നമ്മുടെ വീട്ടിൽ മാത്രമാണ്. എടി, അത് ഹരി വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടല്ലേ? അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള മോഡൽ ഏതെന്ന് പറഞ്ഞാൽ ഞാൻ ബുക്ക് ചെയ്യാം.
ഇത്രയായ സ്ഥിതിക്കൊന്ന് തഞ്ചപ്പെട്. കാർ വാങ്ങിക്കാൻ വരട്ടെ. അതെന്താ? കല്യാണം ഫിക്സ് ചെയ്യുമ്പോഴേ പെൺവീട്ടുകാർ ഒരു പുതുപുത്തൻ വണ്ടി ഓഫർ ചെയ്താലോ? സ്ത്രീധനായിട്ട് കാറ് വാങ്ങിക്കാനോ? ഹരിപ്രസാദോ? അവൻ സമ്മതിക്കുമെന്ന് അച്യുതേട്ടൻ കരുതുന്നുണ്ടോ? സ്ത്രീധനമാണെന്ന് ആര് പറഞ്ഞു? ആ വാക്കേ നമ്മൾ മിണ്ടുന്നില്ല, ഡവറിയും പറയുന്നില്ല. പെങ്കൊച്ചിന് അതിന്റെ വീട്ടുകാരെ ഒരു കാർ സമ്മാനിക്കുന്നു. അതവരുടെ സന്തോഷം. അത് നമ്മൾ നിന്ദിക്കേണ്ട കാര്യമുണ്ടോ? അതൊന്നും ഹരി അംഗീകരിക്കില്ല അച്യുതേട്ടാ. അതാ ഞാനും പറഞ്ഞത്. നമ്മൾ ആരും ആ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാതിരുന്നാ മതി. വന്നു കയറുന്ന പെങ്കൊച്ച് മിടിക്കുകയാണെങ്കിൽ അവള് നോക്കിക്കോളും ബാക്കി കാര്യങ്ങള്. ഉടുക്കാനുള്ള ഡ്രസ്സ് പെണ്ണു കൊണ്ടുവരുവോ? ആഭരണങ്ങൾ പെണ്ണു കൊണ്ടുവരുവോ? ആ കൂട്ടത്തിൽ ഒരു കാറ് കുഞ്ഞു പോരുന്നു, അത്രേ ഉള്ളൂ. അതുകൊണ്ട് വരാൻ പോകുന്ന മരുമോള് സ്മാർട്ടായിരിക്കണേന്ന് രണ്ടുപേരും പ്രാർത്ഥിക്കും. ചെമ്പരിക്കലെ മുറ്റത്ത് മുട്ടായി പോലെ ഒരു കാറ് കിടന്ന് വിശ്രമിക്കുന്നത് കാണാം. കാറും ബസ്സും ഒന്നും വേണ്ട, തടസ്സം കൂടാതെ കല്യാണം ഒന്ന് നടന്നു കണ്ടാ മതി. നടക്കൂടൂ. ആ ഇക്കുറി എനിക്ക് ആ കാര്യത്തിൽ ശുഭാപ്തി വിശ്വാസമുണ്ട്. ആ എന്നിട്ട് ഹരി എവിടെ? രാവിലെ അമ്പലത്തിൽ പോയി. ഹരിപ്രസാദോ? ഇന്നതൊരു നല്ല ലക്ഷണമാണല്ലോ. താഴൂർ കോവിലിൽ ഞാനൊരു പുഷ്പാഞ്ജലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നടത്താൻ പോയതാ. ഇന്നത്തെ യാത്രയിൽ വിക്രം വല്ലതും വരുത്തണേ എന്ന് പ്രാർത്ഥിക്കാതിരുന്നാ മതിയായിരുന്നു. ഇങ്ങനെ ഏതിനും അവനെ കുറ്റം പറയാതിരുന്നാട്ടെ. ആ അതിനിടയിൽ വേറൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. രേണുകയോട് ഹരി വേറൊരു സംഗതി സൂചിപ്പിച്ചില്ലേ? അത് പ്രശ്നമാവോ? നന്ദനെ ഹരിയുമായിട്ടുണ്ടായിരുന്ന അടുപ്പത്തിന്റെ നിജസ്ഥിതി നമുക്കറിയാം. ശ്രുതിയായിട്ടുള്ള ബന്ധത്തിന്റെ സത്യാവസ്ഥയും നമുക്കറിയാം. പക്ഷേ പുതിയതായിട്ട് കേൾക്കുന്ന ഒരാളിന് അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടണമെന്നില്ല. ഹരി സംസാരിക്കുന്നതും ഏത് രീതിയിലാണെന്നും പറയാൻ പറ്റുകയില്ല. സകല ഡീറ്റെയിൽസും കാണാൻ പോകുന്ന പെണ്ണിന്റെ മുമ്പിലോട്ട് അവൻ കുടഞ്ഞിട്ടാ പ്രശ്നമാകുമോ പ്രഭാകര? അവന്റെ സ്വഭാവത്തിന് അവൻ അത് ചെയ്യുകയും ചെയ്യും. എനിക്കും പേടിയുണ്ട് അച്യുതേട്ടാ. ഞാൻ കൂടെ നിന്നോളാം. ഇടി പെണ്ണും ചെറുക്കനും തമ്മിൽ സ്വകാര്യമായിട്ട് സംസാരിക്കുന്നിടത്ത് പോയിട്ട് നീ എന്ത് ചെയ്യാനാ? അത് ഞാൻ നോക്കിക്കോളാം. ആ ഇവൾ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട് അച്യുതേട്ടാ. ഒന്നുമില്ല, കുറെ മനപ്രയാസം അനുഭവിച്ചതല്ലേ. ഇത്തവണ ദേവി കൈവിടില്ല. ആ ദേ അദ്ദേഹം വരുന്നുണ്ട്. മോൻ പുഷ്പാഞ്ജലി നടത്തിയായിരുന്നോ? വേണ്ടതുപോലെയെല്ലാം പ്രാർത്ഥിച്ചോട്ടുണ്ടോടാ ഹരി? അച്ഛന്റെ അമ്മയുടെയും പ്രാർത്ഥന എക്സസ് ആയതുകൊണ്ട് 2 ദിവസത്തേക്ക് അമ്പലത്തിൽ വരെ പ്രാർത്ഥന എടുക്കുന്നില്ല. അതെ, കാറിപ്പോ വരും, നമുക്ക് ഇറങ്ങാൻ നോക്കാം. ഷർട്ട് മാറുന്നില്ലേ ഹരി? ഇതാണോ ഇടുന്നത്? ഇതൊക്കെ മതിയമ്മേ. പോരാ, നീ ഇങ്ങോട്ട് വന്നേ, വാ. ഞാൻ പണ്ട് വൈക്കത്തമ്പലത്തിൽ ശിവരാത്രി കാണാൻ പോയിട്ടുണ്ട്, ചെറുപ്പകാലത്താണ്. അച്യുതേട്ടൻ വലിയ ഉത്സവപ്രേമിയായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. ആണോന്നോ? അച്ഛന്റെ കയ്യിന്ന് അതിന് ഇഷ്ടം പോലെ തല്ലും കിട്ടിയിട്ടുണ്ട്. എന്നാലും പിന്നെ ഉത്സവത്തിന് പോവും. അതിന് ദൂരമൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. തൃശ്ശൂർ പൂരം, ഗുരുവായൂർ ഏകാദശി, ആലുവ ശിവരാത്രി, മണർകാട് വള്ളിപ്പെരുന്നാള് എന്ന് വേണ്ട, തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടിന് വരെ പോയിട്ടുണ്ട്. അതൊരു കാലം. ഹരി എന്താടാ ഒന്നും മിണ്ടാത്തത്? അമ്മാവൻ ആവശ്യത്തിലേറെ സംസാരിക്കുന്നുണ്ടല്ലോ. അയ്യടാ, പെണ്ണ് കാണാൻ പോകുമ്പോ മൗനം ആചരിക്കണമെന്നുണ്ടോ? വൈക്കത്തേക്ക് ഇനി എത്ര ദൂരമുണ്ട് ഷാജി? ഷോർട്ട് കട്ട് ആയതുകൊണ്ട് ഇനി 1 മണിക്കൂർ മതി. റോഡ് ബ്ലോക്ക് ആവാതിരുന്നാ മതിയായിരുന്നു. എപ്പോഴാ ജാതിയോ റാലിയോ കടന്നു വരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ. ട്രാഫിക് ജാം ഉണ്ടാക്കുക എന്നതാണല്ലോ പ്രകടനക്കാരുടെ ലക്ഷ്യം.
ആ ജാമാണല്ലോ പലരുടെയും ബ്രെഡ്. പൊതുജനത്തെ ബുദ്ധിമുട്ടിച്ച് ഉപജീവനം നടത്തുക, അതാ ഇപ്പൊ പൊതുപ്രവർത്തനം. അച്ചുമാവിന് സെൻസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനും അറിയാലേ. സമ്മതിച്ചല്ലോ, സന്തോഷം. ചവിട്ടി വിട് ഷാജി. എന്ത് പറ്റി? എന്തോ ഒരു മിസ്സിങ്. ആ, ഒന്ന് പെട്ടെന്ന് നോക്കിക്കേ. ആ എന്തോന്നാ ഷാജി? എടോ എന്തോന്നാന്ന്? പ്രശ്ന വർക്ക്ഷോപ്പിൽ നാളെ വരെ അത് പോകാൻ പറ്റും തോന്നുന്നില്ല. ചതിച്ചോ ഈശ്വര, നമ്മളിനി എന്തോ ചെയ്യും അച്യുതേട്ടാ? ഡോ, ഒരു 10 മിനിറ്റ് കൊണ്ട് ശരിയാക്കാം. ഇല്ല സാറേ, അടുത്തെങ്ങും വർക്ക്ഷോപ്പില്ല. വിളിച്ച ആള് വന്നിട്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ. കുറച്ച് സമയം പിടിക്കും. പണിയായല്ലോ. ഇവിടെ എങ്ങാനും വല്ല ടാക്സിയും കിട്ടുമോ? പ്രയാസ സാറേ, കുറെ ദൂരെ അടുത്ത ജംഗ്ഷൻ. എന്താ അമ്മാവ? കാറിന് എന്തോ ഒരു കുഴപ്പം. എടാ, കാറുള്ള കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നിനക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു വണ്ടി ആയിട്ട് ഇങ്ങോട്ട് വരാൻ പറ. ഈ ഏരിയയില് പരിചയമുള്ള ആരും ഇല്ലച്ചാ. കാണില്ല, ആരും കാണില്ല. ഓ, നടു റോട്ടിൽ നിന്നാണോ പ്രഭാര ഒരുമാതിരി മൂസേട്ട വർത്തമാനം? വണ്ടി കേടായതിന് ഹരി എന്ത് പഠിച്ചു? പിന്നെ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ നല്ല മനസ്സോടെ ഇറങ്ങണം, അല്ലെങ്കിൽ വണ്ടി കേടായി ഇതുപോലെ വഴി കിടക്കേണ്ടി വരും. എന്താ അച്ചോട്ട പ്രശ്നം? കാറിന് എന്തോ തകരാറായി, നന്നാക്കാൻ മെക്കാനിക്ക് വരണം. അതുവരെ വെയിറ്റ് ചെയ്യാം, അല്ല ഇപ്പൊ എന്ത് ചെയ്യാനാ? എന്റെ ഈശ്വര, ഒന്ന് സ്പീഡപ്പ് ചെയ്യ് ഷാജി. വിളിച്ചിട്ടാരെയും കിട്ടുന്നില്ല സാറേ. ഒന്നുകൂടെ നോക്കണു. കിട്ടില്ല, ആരെയും കിട്ടില്ല. ഇന്നത്തെ ദിവസത്തിന്റെ കൊണമാ അത്. ആ, വന്ന് ദിവസത്തിനെയും പള്ളു പറയാൻ തുടങ്ങി.